Good morning to one and all, and warm welcome to our St. Joseph family. ബിരുദാനന്ദ ബിരുദത്തിനായി ചേർന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥിനികൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഞാൻ ആദ്യം തന്നെ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് മിനിമോൾ എന്നാണ്. ഞാൻ കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപികയാണ്. ഞാൻ നിങ്ങൾക്ക് എടുക്കുന്ന സബ്ജക്റ്റ് കോർപ്പറേറ്റ് ഗവർണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ് ആണ്. ഞാനും ഷെർനമിസും കൂടിയിട്ടാണ് ഈ സബ്ജക്റ്റ് നിങ്ങൾക്ക് എടുക്കുന്നത്. സബ്ജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോർപ്പറേറ്റ് ഗവർണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന വിഷയങ്ങൾ നിങ്ങളുടെ UG ക്ലാസ്സുകളിൽ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് സ്റ്റഡീസാണ് നമ്മൾ PGയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഞങ്ങൾ ക്ലാസ്സിലെടുക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു റിവിഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് റെഫറൻസ് ബുക്കുകൾ വായിക്കുകയും അതിൽ നിന്ന് ആവശ്യമുള്ള നോട്ടുകൾ തയ്യാറാക്കുകയും അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു പഠനമാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയുടെ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്. കൂടുതലായിട്ട് ആ വിഷയങ്ങളെക്കുറിച്ച് അറിവ് സമ്പാദിക്കുക. അതോടൊപ്പം തന്നെ ഒരു വിഷയത്തെക്കുറിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പഠിക്കാനുള്ളൊരു ശ്രമമാണ് നിങ്ങൾ നടത്തേണ്ടത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സോട് കൂടി തന്നെ നമ്മളുടെ ഫസ്റ്റ് സെമിസ്റ്ററിൻ്റെ കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്ന ആ സബ്ജക്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായി ദൈവം എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും നമ്മളുടെ സെൻറ്റ് ജോസഫ് കോളേജിൽ ചേർന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥിനികൾക്കും ഉണ്ടായിരിക്കട്ടെ. അതോടൊപ്പം തന്നെ നന്മയും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു ജീവിതം നിങ്ങൾക്ക് ആശംസിക്കുകയും ഈ ബിരുദാനന്ദ ബിരുദം കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം ഉപകാരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മോഡ്യൂൾ 2 തുടങ്ങിയിട്ടാണ്. ഫസ്റ്റ് മോഡ്യൂൾ എടുക്കുന്നത് ഷെറിനമിസാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് മോഡ്യൂള് ബിസിനസ് എത്തിക്സ് എടുക്കുന്നതും ഷെറിനമിസാണ്. എൻ്റെ ഇടയിലുള്ള മോഡ്യൂൾസാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ആരംഭിക്കുന്നത് ഡിഫറെൻറ്റ് തിയറീസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് ആണ്. ഈ ചാപ്റ്ററിൽ ഒരു 6 തിയറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏജൻസീസ് തിയറി, സ്റ്റുവാർഡ്ഷിപ്പ് തിയറി, റിസോഴ്സ് ഡിപ്പെൻഡൻസ് തിയറി, സ്റ്റേക്ക് ഹോൾഡർ തിയറി, ട്രാൻസാക്ഷൻ കോസ്റ്റ് തിയറി ആൻഡ് പൊളിറ്റിക്കൽ തിയറി. ഈ 6 തിയറിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 6 തിയറിയൊന്നും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് ഈ 6 തിയറീനെ ബേസ് ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസും തിയറീസുമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും സെക്കൻഡ് മോഡ്യൂളാണ് എടുക്കേണ്ടത്. തിയറീസ് ആൻഡ് മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത്. ഈ തിയറീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ചാലഞ്ചസ് ഓഫ് കോർപ്പറേറ്റ് കമ്പനീസ്, പീരിയോഡിക്കലായിട്ട് വരുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ് ഒരു കോർപ്പറേറ്റീവ് കമ്പനീസിന് അല്ലെങ്കിൽ ഗവർണൻസ് ഓഫ് കമ്പനീസിനെ ഫേസ് ചെയ്യേണ്ടത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും, അതിനെ നമ്മളെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്യുന്ന ലീഡ് ചെയ്യുന്ന തിയറീസിനെയാണ് കോർപ്പറേറ്റ് ഗവർണൻസ് തിയറീസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നതിനെ നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിനുള്ളൊരു പ്രൊസീജിയർ കൂടിയായിട്ട് പറയാനായിട്ട് സാധിക്കും. ദ കോർപ്പറേറ്റ് ഗവർണൻസ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ദ പ്രോസസ് ബൈ വിച്ച് ഡിസിഷൻസ് ആർ ഇംപ്ലിമെൻറ്റഡ് ഇൻ ലാർജ് ബിസിനസ് ഓർഗനൈസേഷനിലും നമ്മൾ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഡിസിഷൻ മേക്കിങ്ങിനുള്ളൊരു പ്രൊസീജിയറായിട്ടാണ് കോർപ്പറേറ്റ് ഗവർണൻസ് നമ്മൾ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ അതിനെക്കുറിച്ചുള്ള അറിവ് സമ്പാദിക്കേണ്ടത്. There are various theories which describe the relationship between various stakeholders of the business while implementing corporate governance. ആരെയാണ് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്? സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ആ സ്ഥാപനത്തിനോട് ഉണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, എംപ്ലോയീസ് ഉണ്ട്, അതോടൊപ്പം തന്നെ കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, ഇവരെയെല്ലാം നമുക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയാം.
അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക, സ്റ്റേക്ക് ഹോൾഡേഴ്സ് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതിനെയാണ് നമുക്കിവിടെ ഈ തിയറീസ്, കോർപ്പറേറ്റ് ഗവേർണൻസിൻ്റെ തിയറീസ് സഹായിക്കുന്നത്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേർണൻസ് എന്ന് പറയുന്നത് ഇംപ്ലിമെൻ്റ് ചെയ്യാനും ഈ തിയറീസ് നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. തിയറീസ് ഞാൻ ഒന്നും കൂടിയും പറയാം. ഏതൊക്കെയാണ്? ഏജൻസി തിയറി, സ്റ്റുവാർഡ്ഷിപ്പ് തിയറി, റിസോഴ്സ് ഡിപ്പെൻഡൻസ് തിയറി, സ്റ്റേക്ക് ഹോൾഡർ തിയറി, ട്രാൻസാക്ഷൻ കോസ്റ്റ് തിയറി, പൊളിറ്റിക്കൽ തിയറി. ഇതിൽ ഫസ്റ്റ് തിയറി നമുക്ക് ആദ്യം തന്നെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് ഫസ്റ്റ് തിയറി? ഏജൻസി തിയറിയാണ്. ഏജൻസി തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് അൽഷീൻ ആൻഡ് ഡെംസെറ്റ്സ് എന്ന് പറയുന്ന 2 പേര് 1972 അതോടൊപ്പം തന്നെ ജെൻസൺ ആൻഡ് മെക്ലിംഗ് 1976 ഏജൻസി തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഏജൻസി തിയറിയുടെ ആശയം എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആൻഡ് കമ്പനി തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അൽഷീൻ ആൻഡ് ഡെംസെറ്റ്സ് ആണ് 1972 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നീട് അത് ഡെവലപ്പ് ചെയ്തതാണ് ജെൻസൺ ആൻഡ് മെക്ലിംഗ് എന്ന് പറയുന്നത് 1976. ഓക്കെ, ഇനി ആദ്യം നമുക്ക് ഏജൻസി തിയറിയുടെ ഡെഫിനിഷൻ നോക്കാം. It is defined as the relationship between the principals such as the shareholders and the agents such as the company executives and managers. അപ്പോൾ ഏജൻസി തിയറിയിൽ പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ് എന്ന് പറയുന്ന 2 പേരുടെ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ഏജൻസി തിയറിയിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഷെയർ ഹോൾഡേഴ്സാണ്. അതേസമയം ഏജൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? കമ്പനി എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ മാനേജേഴ്സിനെയാണ് ഇവിടെ ഏജൻ്റായിട്ട് പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ ആൻഡ് ഏജൻ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതിന് ഒപ്പം തന്നെ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? ഷെയർ ഹോൾഡേഴ്സും അതുപോലെ തന്നെ കമ്പനി എക്സിക്യൂട്ടീവ്സും മാനേജേഴ്സും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു തിയറിയാണ് ഏജൻസി തിയറി എന്ന് പറയുന്നത്. The principal in the context of corporates are shareholders and the board of directors and managers are considered as agents. അപ്പോൾ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സും ഏജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ മാനേജേഴ്സോ ഓഫ് എ കമ്പനി, അവരെ നമുക്ക് എന്തായിട്ട് പറയാം? ഏജൻറ്റ് എന്ന് പറയാം. ഷെയർ ഹോൾഡേഴ്സ് ഡെലിഗേറ്റ് ദെയർ പവേഴ്സ് ടു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് ഹൂ ഇൻ ടേൺ ഡെലിഗേറ്റ്സ് ഇറ്റ് ഇൻ ടു മാനേജേഴ്സ്. എന്തൊക്കെ ഡ്യൂട്ടീസാണ് ഒരു ഷെയർ ഹോൾഡേഴ്സിനുള്ളത്? ആ ഡ്യൂട്ടീസ്, പവേഴ്സ്, റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കും. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ള മാനേജേഴ്സിന് ഈ പവർ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു പ്രൊസീജിയറായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. സോ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഈസ് അൾട്ടിമേറ്റ്ലി അക്കൗണ്ടബിൾ ടു ഷെയർ ഹോൾഡേഴ്സ്. എന്നുണ്ടെങ്കിലും ഷെയർ ഹോൾഡേഴ്സ് ആരെയാണ് ഈ റെസ്പോൺസിബിലിറ്റീസ്, പവേഴ്സ് എൻട്രസ്റ്റ് ചെയ്തിട്ടുള്ളത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അതുകൊണ്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ആരോട് അക്കൗണ്ടബിൾ ആയിട്ടുള്ളത്? ഷെയർ ഹോൾഡേഴ്സിനോട് അക്കൗണ്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് റിപ്പോർട്ട് കൊടുക്കേണ്ടത് ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. എന്നുണ്ടെങ്കിലും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവരിൽ ഏൽപ്പിച്ചിരിക്കുന്ന റെസ്പോൺസിബിലിറ്റീസ്, പവേഴ്സ് എന്ന് പറയുന്നത് ആർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്? ഡിഫറെൻ്റ് ആയിട്ടുള്ള മാനേജേഴ്സിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. So the separation of ownership and control can be accepted as the main issue in corporate governance framework. അപ്പോൾ കീ ഫാക്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഏജൻസി തിയറിയുടെ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നതിൻ്റെ സെപ്പറേഷനാണ്. അത് തന്നെയാണ് നമ്മളുടെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ഫ്രെയിംവർക്കിലെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നതും ഈ സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് ദ കൺട്രോൾ എന്ന് പറയുന്നതാണ്. Shareholders may not have basic abilities to run company in a professional manner. Shareholders എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് മാത്രമാണ്. അവർക്ക് നോളേജോ അല്ലെങ്കിൽ ടാലൻറ്റോ എബിലിറ്റി എന്ന് പറയുന്നത് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. അതായത് അവരൊരു പ്രൊഫഷണൽസ് അല്ല. അതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സിന് ഈ കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു എഫിഷ്യൻസി അവർക്ക് ഉണ്ടായിരിക്കില്ല. Therefore, they may seek the help of an external agent for the day-to-day running of the company's affairs. അതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഇൻഎഫിഷ്യൻ്റ് പ്രൊഫഷണൽസ് ആയതുകൊണ്ട് അവർ ഔട്ട്സൈഡർ ആയിട്ടുള്ള എക്സ്റ്റേണൽ ഏജൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് കമ്പനിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് അല്ലെങ്കിൽ റെഗുലർ റണ്ണിങ് എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുക്കുന്നത്.
However, this separation can be accepted as the main reason for the conflict of interest between the shareholders and the external agents. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആയിരിക്കില്ല ഒരിക്കലും എക്സ്റ്റേണൽ ഏജൻസിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടുപേരുടെയും ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയതുകൊണ്ട് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഇൻഎഫിഷ്യൻ്റ് ആണ്. അവരുടെ എക്സ്റ്റേണൽ ഏജൻറ്റിനെ എന്തിനെ ഏൽപ്പിക്കുന്നു? എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്യാനായിട്ട് കമ്പനിയുടെ ഡെയിലി അഫയേഴ്സ് കൊണ്ടു നടക്കാനായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവരുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയതുകൊണ്ട് അവിടെ ഇഷ്യൂസ് സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. However, the separation can be accepted as the main reason of the conflict of interest between the shareholders and the external agents. This problem is defined as the principal agent problem or agency problem. അപ്പോൾ ഏജൻസി തിയറിയിൽ വരുന്ന മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ് പ്രോബ്ലമാണ്. ആ പ്രോബ്ലത്തിനെ ഒറ്റ ടേമിൽ പറയുകയാണെങ്കിൽ നമുക്ക് എന്തായിട്ട് പറയാം? ഏജൻസി പ്രോബ്ലമായിട്ട് പറയാം. Shareholders as an owner of the company want to increase their volume maximization in the company. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് പേരുടെയും ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റും എക്സ്റ്റേണൽ ഏജൻറ്റിൻ്റെ ഇൻട്രസ്റ്റും ഡിഫറെൻ്റ് ആയിരിക്കും. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഓണേഴ്സാണ്. അവരുടെ എമൗണ്ട് അതായത് ക്യാപിറ്റലായിട്ട് മണി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഷെയർ ഹോൾഡേഴ്സാണ്. അപ്പോൾ അവരുടെ ബെനിഫിറ്റ് അവരുടെ താല്പര്യം എന്ന് പറയുന്നത് എന്തിനായിരിക്കും? വാല്യൂ മാക്സിമൈസേഷൻ. അവരിറക്കിയ ഇൻവെസ്റ്റ്മെൻറ്റ് മാക്സിമം റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടത്തക്ക വിധത്തിൽ മാക്സിമൈസ് ചെയ്യണം എന്നുള്ളതായിരിക്കും അവരുടെ എയിം വരുന്നത്. So in this respect they generally expect long term returns. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ നിന്നുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സ് എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ്? ലോങ് ടേം റിട്ടേൺസ് ആണ്. അതേസമയം എക്സ്റ്റേണൽ ഏജൻ്റ് ആണെങ്കിൽ ഷോർട്ട് ടേം റിട്ടേൺസ് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. ഇപ്പോൾ അവർ ചെയ്തിട്ടുള്ള ആ പ്രവൃത്തിക്ക് എത്രത്തോളം റിട്ടേൺ കിട്ടും ആ ഒരു കാര്യം മാത്രമാണ് എക്സ്റ്റേണൽ ഏജൻസ് നോക്കിക്കാണുന്നത്. ഓക്കെ. However, external agents may prefer to focus on short-term profits because their remuneration are generally determined on the basis of short-term performance of the corporation. അപ്പോൾ എന്തുകൊണ്ടാണ് എക്സ്റ്റേണൽ ഏജൻസ് ഷോർട്ട് ടേം ബെനിഫിറ്റ് മാത്രം നോക്കുന്നത്? ആ ഷോർട്ട് ടേം ബെനിഫിറ്റ് എത്രത്തോളം അവർ ആ കമ്പനിക്ക് അവരുടെ സർവീസിങ് പീരീഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എക്സ്റ്റേണൽ ഏജൻസിന് റെമ്യൂണറേഷൻ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ ഏജൻസിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം പ്രോഫിറ്റും അതേസമയം ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ലോങ് ടേം പ്രോഫിറ്റും ആണ്. Therefore, external agents may work for their own interest instead of increasing the value maximization of shareholders in the company. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഏജൻസി പ്രോബ്ലം എന്ന് പറയുന്നത് അത് ഈ പറയുന്നത് തന്നെയാണ്. എക്സ്റ്റേണൽ ഏജൻസ് അവർ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഷോർട്ട് ടേം പ്രോഫിറ്റ് ആണ്. അല്ലാതെ വാല്യൂ മാക്സിമൈസേഷൻ എയിം ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിലും അതിലേക്ക് ഒരിക്കലും എക്സ്റ്റേണൽ ഏജൻസി എത്തിക്കുകയില്ല എന്നുള്ളതാണ് ഏജൻസി പ്രോബ്ലത്തിൻ്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത്. This is because external agents as the professional managers are better informed than shareholders. Hence, shareholders may not realize that whether agents are really working according to companies' determined policies. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഇന്നെഫിഷ്യൻ്റ് ആണ്. അതുപോലെ തന്നെ അവർക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു പ്രൊഫഷണൽ നോളേജോ സ്കില്ലോ എബിലിറ്റിയോ ഒന്നും ഉണ്ടായിരിക്കില്ല. അതേസമയം എക്സ്റ്റേണൽ ഏജൻസ് എന്ന് പറയുന്നത് പ്രൊഫഷണൽസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സിന് ഈ എക്സ്റ്റേണൽ ഏജൻസ് എന്ന് പറയുന്നത് കമ്പനിയുടെ പോളിസീസ് പ്രിൻസിപ്പിൾസ് വെച്ചിട്ടാണോ പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെ കമ്പനിയുടെ ഗോൾ എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഈ എക്സ്റ്റേണൽ ഏജൻസ് വർക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഒരു അവെയർനെസ് ആർക്കുണ്ടായിരിക്കില്ല? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടായിരിക്കില്ല. Therefore, in order to reduce the main concerns about the external agents, shareholders want to sign a contract with the agents which identify the principal agent relationship in the company. അപ്പോൾ ഇങ്ങനെയുള്ള ഏജൻസി പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ അതുമല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഷെയർ ഹോൾഡേഴ്സ് സാധാരണ ചെയ്യുന്നത് അവർ തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. ഷെയർ ഹോൾഡേഴ്സും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഏജൻസും തമ്മിൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയും അവർ തമ്മിൽ ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പുവെക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പാണ്. ഒരു കമ്പനിയിൽ
അതിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുള്ള രണ്ട് പാർട്ടീസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? പ്രിൻസിപ്പലും ഏജൻറ്റും. അവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതാണ് ഈ എഴുതി ഒപ്പുവെക്കുന്നത്. According to this theory, shareholders who are the owners or the principals of the company hire the agents to perform their work. അപ്പോൾ ഷെയർഹോൾഡേഴ്സ് എക്സ്റ്റേണൽ ഏജൻസിനെ ഹയർ ചെയ്യുകയും അവരുടെ മെയിൻ എയിമായിട്ടുള്ള വാല്യൂ മാക്സിമൈസേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആരുടെ ഹെൽപ്പ് ആവശ്യപ്പെടുകയാണ്? എക്സ്റ്റേണൽ ഏജൻസിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ വാല്യൂ മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഗോളിലേക്ക് ഷെയർ ഹോൾഡേഴ്സിന് എത്താനായിട്ട് സാധിക്കുള്ളൂ. So the principals delegate the work of running the business to the directors or the managers who are the agents of shareholders. അപ്പോൾ ഷെയർഹോൾഡേഴ്സ് ഏജൻസ് ആയിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെയും അതോടൊപ്പം തന്നെ മാനേജേഴ്സിനെ പവർ, റെസ്പോൺസിബിലിറ്റീസ്, ഡ്യൂട്ടീസ് എല്ലാതും എന്താണ് ചെയ്യുന്നത്? ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. The shareholders expect the agents to act and make decisions in the best interest of principal. പ്രിൻസിപ്പലിൻ്റെ താല്പര്യം എന്താണോ? വാല്യൂ മാക്സിമൈസേഷൻ ആണ്. അത് എയിം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഷെയർ ഹോൾഡേഴ്സ് ആരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ഏജൻസ് ആയിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ മാനേജേഴ്സിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. On the contrary, agents may not make decisions in the best interest of the principal. അതേസമയം പ്രിൻസിപ്പലിൻ്റെ താല്പര്യത്തിനനുസരിച്ച് കൊണ്ട് എക്സ്റ്റേണൽ ഏജൻസിന് ഒരിക്കലും തീരുമാനം എടുക്കാൻ സാധിക്കില്ല. എന്താണ് കാരണം? ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നതിന് അവർക്ക് പ്രൊഫഷണൽസ് അല്ല, അവർക്ക് കറക്റ്റായിട്ടുള്ള നോളേജ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ വിവരമുള്ള പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഏജൻസ് ഒരിക്കലും പ്രിൻസിപ്പൽസിൻ്റെ താല്പര്യത്തിനനുസരിച്ച് കൊണ്ട് ഡിസിഷൻ മേക്കിംഗ് എടുക്കാനായിട്ട് പാടില്ല. ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, എന്ത് ഗോളാണ് അവരെ ഏൽപ്പിച്ചിട്ടുള്ളത്, ആ ഗോളിനനുസരിച്ചിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കണം ആരെടുക്കേണ്ടത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും മാനേജേഴ്സ് ആയിട്ടുള്ള ഏജൻസ് എടുക്കേണ്ടത്. The agent may be involved self-interest, opportunist behavior and fall short of expectations of the principal. സെൽഫ്-ഇൻട്രസ്റ്റിനാണ് എക്സ്റ്റേണൽ ഏജൻസി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിലും പ്രിൻസിപ്പൽസിൻ്റെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് കൊണ്ട് ഉയരണം എന്നുള്ളത് ഒരു നിർബന്ധമായിട്ടുള്ളൊരു കാരണമാണ്. അതാണ് ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ളത്. So the key feature of an agency theory is a separation of ownership and control. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കീ ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഏജൻസി തിയറിയുടെ കീ ഫീച്ചർ എന്ന് പറയുന്നത് സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നതാണ്. ഓണർഷിപ്പും കൺട്രോളും തമ്മിൽ വേർതിരിച്ചെടുത്താൽ മാത്രമേ പ്രിൻസിപ്പൽ ഏജൻറ് എന്ന് പറയുന്ന തിയറി നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. To solve the above issue, the theory prescribes that people or employees are held accountable in their tasks and responsibilities. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നവർ, ഏജൻ്റ് എന്ന് പറയുന്നവർക്ക് പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഷെയർ ഹോൾഡേഴ്സിനോട് അക്കൗണ്ടബിൾ ആയിരിക്കുന്നത്. അതായത് എന്താണോ ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ ഒരു അക്കൗണ്ടബിലിറ്റി ആണ് ആര് മൂലം ചെയ്യേണ്ടത്? ഏജൻസ് ആയിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും മാനേജേഴ്സും ആയിട്ട് ചെയ്യേണ്ടത്. So the rewards and punishments can be used to correct the priorities of the agents. അപ്പോൾ റിവാർഡ്സ് കൊടുക്കുന്നതായാലും പണിഷ്മെൻ്റ് എന്ന് കൊടുക്കുന്നതായാലും ആരാണ് അത് കൊടുക്കേണ്ടത്? കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ഏജൻസിനാണ്. അതായത് ഏജൻസ് ആണ് പ്രവർത്തന മേഖലയിൽ ഓപ്പറേഷൻ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്, ഷെയർ ഹോൾഡേഴ്സ് അല്ല. അതിൻ്റെ കൺട്രോളിംഗ് എന്ന് പറയുന്നത് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? ഏജൻസിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡയഗ്രാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഏജൻസി റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട്, അതായത് പ്രിൻസിപ്പൽ ഏജൻസി ഏജൻറ് എന്ന് പറയുന്നതിൽ ഏജൻസിയാണ് മിഡിൽ നിൽക്കുന്നത്. ഈ ഏജൻസിയാണ് പ്രിൻസിപ്പലും ഏജൻറ്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഈ ഏജൻ്റാണ് തേർഡ് പാർട്ടീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് ആരാണ് ചെയ്യുന്നത്? ഏജൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഏജൻസ് മൂലം മാത്രമേ ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ എന്ന് പറയുന്നതിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. Then two factors can influence the importance of agency theory. First, the theory is conceptually a simple theory that divides the corporation into two participants,
ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് മാനേജേഴ്സ്. രണ്ട് ഫാക്ടേഴ്സാണ് നമ്മുടെ ഏജൻസി തിയറി എന്ന് പറയുന്നതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതിൽ രണ്ട് പാർട്ടിസിപ്പൻസ് ഉണ്ട്. ആരൊക്കെയാണ് രണ്ട് പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത്? ഷെയർ ഹോൾഡേഴ്സും മാനേജേഴ്സാണ്. അതായത് രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് പറയുന്നത് എന്താണ്? തിയറി ഈസ് കൺസെപ്ച്വലി എ സിമ്പിൾ തിയറി. ആശയപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഏജൻസി തിയറി എന്ന് പറയുന്നത് എന്താണ്? ഒരു സിമ്പിൾ തിയറി ആണെന്നാണ്. രണ്ടാമതായിട്ട് പറയുന്നത് ഏജൻസി തിയറി സേസ് ദാറ്റ് എംപ്ലോയീസ് ഓർ മാനേജേഴ്സ് ഇൻ ഓർഗനൈസേഷൻ ക്യാൻ ബി സെൽഫ് ഇൻട്രസ്റ്റഡ്. രണ്ടാമത്തെ കാര്യം പറയുന്നത് എംപ്ലോയീസ് അല്ലെങ്കിൽ മാനേജേഴ്സ് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ആ സ്ഥാപനത്തിനോട് ഒരു താല്പര്യമുള്ള ആൾക്കാരായിരിക്കണം. അപ്പോൾ രണ്ട് ഫാക്ടേഴ്സ് ഏജൻസി തിയറിയിൽ വരുന്നത്, ഫസ്റ്റ് വൺ പറയുന്നത് കൺസെപ്ച്വൽ ആയിട്ട് സിമ്പിൾ തിയറിയാണ്. രണ്ടാമതായിട്ട് പറയുന്നത് എംപ്ലോയീസ് ആൻഡ് മാനേജേഴ്സിന് ഒരു സെൽഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ രണ്ട് ഫാക്ടേഴ്സിനെ കുറിച്ചിട്ട് കറക്റ്റായിട്ട് മനസ്സിലായില്ലേ? ഏജൻസി തിയറിയുടെ രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ കൺസെപ്ച്വൽ തിയറിയാണ്, രണ്ടാമത് എംപ്ലോയീസ് ആൻഡ് മാനേജേഴ്സ് ഹാവ് സെൽഫ് ഇൻട്രസ്റ്റ്. Shareholders expect the agents to act and make decisions in the principal's interest. അപ്പോൾ പ്രിൻസിപ്പലിൻ്റെ താല്പര്യത്തിനനുസരിച്ച് കൊണ്ടായിരിക്കണം ആര് പ്രവർത്തിക്കേണ്ടത്? ഏജൻസ് പ്രവർത്തിക്കേണ്ടത്. ഓൺ ദ കോൺട്രറി, ദ ഏജൻറ്റ് മേ നോട്ട് നെസസറിലി മേക്ക് ഡിസിഷൻസ് ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ പ്രിൻസിപ്പൽ. അതോടൊപ്പം തന്നെ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്ന സെപ്പറേഷൻ ആവശ്യമാണ്. അതായത് ഒരിക്കലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പ്രിൻസിപ്പലിനെ പ്രീതിപ്പെടുത്താനായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കരുത്. ഒരു ഓർഗനൈസേഷൻ വിജയത്തിന് വേണ്ടിയിട്ടുള്ള, ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യാനുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ് ആരെടുക്കേണ്ടത്? ഏജൻസ് ആയിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും അതോടൊപ്പം തന്നെ മാനേജേഴ്സും എടുക്കേണ്ടത്. Such a problem was first highlighted by Adam Smith in the 18th century. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1972 ആണ് നമ്മളുടെ ഏജൻസി തിയറി എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നീട് 1976 അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആഡം സ്മിത്താണ് ഈ പ്രോബ്ലം, ഏജൻസി പ്രിൻസിപ്പൽ പ്രോബ്ലം കണ്ടുപിടിക്കുകയും ആ പ്രോബ്ലത്തിന് എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചും ചിന്തിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റർ ആണെന്ന് നമുക്ക് പറയാം. ആരാണ്? ആഡം സ്മിത്താണ്. Indeed, the idea of problems arising from the separation of ownership and control in agency theory has been confirmed by many others. അപ്പോൾ ആഡം സ്മിത്ത് ചിന്തിച്ചെങ്കിലും ബാക്കി കുറച്ചും കൂടിയും ഓതേഴ്സ് അല്ലെങ്കിൽ തിങ്കേഴ്സ് എന്ന് പറയുന്നത്, അതിൽ സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നതിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുള്ള മറ്റുള്ളവരും എന്താണ് പറയുന്നത്? ഒരു കൺട്രോൾ എന്ന് പറയുന്നതും ഓണർഷിപ്പ് എന്ന് പറയുന്നതിലും ഒരു സെപ്പറേഷൻ വേണമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. So according to the agency theory, the agent may be involved to self-interest, opportunistic behavior, and there will be a difference between the aspiration of the principal and the agent's pursuits. ഇവിടെ പറയുന്നത് നമ്മുടെ പ്രിൻസിപ്പലിൻ്റെ അഭിലാഷങ്ങൾക്ക് മാത്രം മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമല്ല നമ്മൾ ഏജൻസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഏജൻസ് എന്ന് പറയുന്നത് ഏജൻസ് പേഴ്സ്യൂട്ട്സ്, പിന്തുടരലുകൾ ആവാനായിട്ട് പാടില്ല. മറ്റുള്ള കേസുകളിൽ ഇങ്ങനെയായിരുന്നു, അപ്പോൾ നമുക്ക് അതങ്ങനെ ചെയ്യാം, അങ്ങനെ ഒരു ബിഹേവിയർ ആക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഏജൻസി തിയറി പറയുന്നത് സെൽഫ് ഇൻട്രസ്റ്റിനും അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റിസ്റ്റിക് ബിഹേവിയറിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതോടൊപ്പം തന്നെ ഒരു വേർതിരിവ് എന്ന് പറയുന്നത് ആസ്പിറേഷൻ ഓഫ് ദ പ്രിൻസിപ്പലും അതോടൊപ്പം തന്നെ ഏജൻസ് പേഴ്സ്യൂട്ട്സും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെ കുറിച്ച് ഐഡൻറ്റിഫൈ ചെയ്യുകയും റെക്കഗ്നൈസ് ചെയ്യുകയും അതിനുശേഷം മാത്രമേ ഡിസിഷൻസ് എന്ന് പറയുന്നത് എടുക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ ഏജൻസി തിയറി പറയുന്നത്. Although with such drawbacks, agency theory was introduced basically as a separation of ownership and control. അതുകൊണ്ട് തന്നെയാണ് കീ ഫീച്ചർ ആയിട്ടുള്ള സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത് ഫോളോ ചെയ്യണമെന്ന് നിർബന്ധം പറയാനുള്ള കാരണം. Instead of providing fluctuating incentive payments, the agents will only focus on projects that have high return and have a fixed wage without any incentive component. അപ്പോൾ ഏജൻസ് നോക്കുന്നത് അവരുടെ ഒരു ബെനിഫിറ്റാണ്. അപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ഇൻസെൻറ്റീവ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇൻസെൻറ്റീവ് കോമ്പോണൻ്റ് ആണ് ഇവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഹൈ റേറ്റ് ഓഫ് റിട്ടേൺ അവരുടെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായാൽ മാത്രമേ അവർക്ക് ഹൈ റിട്ടേൺ എന്ന് പറയുന്നത് കിട്ടുള്ളൂ എന്നുള്ളതാണ് ഒരു ഏജൻസിൻ്റെ ഫോക്കസിങ് എന്ന് പറയുന്നത്.
Although the concept is found reasonable, but it does not eliminate or even minimize corporate misconduct. അതേസമയം ഹൈ റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടാനായിട്ട് ഒരു ഓർഗനൈസേഷൻ്റെ പ്രിൻസിപ്പിൾസ് അവരുടെ പോളിസീസിനെ വയലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ആക്ടിവിറ്റീസ് ഒരിക്കലും ആര് നടത്താൻ പാടില്ല, ഏജൻസ് നടത്താൻ പാടില്ല. അതായത് കോർപ്പറേറ്റ് മിസ്കണ്ടക്ട് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് ലീഡ് ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും ആര് നടത്താൻ പാടില്ല, ഏജൻസ് നടത്താനായിട്ട് പാടില്ല. The positive aspect is that the agents are controlled by principle-made rules with the aim of maximizing shareholders' value. ഷെയർഹോൾഡേഴ്സിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഗുഡ് വിൽ ആയിരിക്കാം, റെപ്യൂട്ടേഷൻ ആയിരിക്കാം. അതോടൊപ്പം തന്നെ ഓരോ ഓർഗനൈസേഷൻ നിൽക്കുന്നത് സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ടും സൊസൈറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആര് ചെയ്യാൻ പാടില്ല, ഏജൻസ് ആയിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മാനേജേഴ്സോ ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ പ്രിൻസിപ്പൽ മെയ്ഡ് റൂൾസിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമേ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിന് വാല്യൂ കൊടുത്തുകൊണ്ട് മാത്രമേ ആര് പ്രവർത്തിക്കാൻ പാടുള്ളൂ, ഏജൻസ് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. Hence a more individualistic view is applied in this theory. അപ്പോൾ ഇൻഡിവിജ്വലിസ്റ്റിക് വ്യൂ ആണ് ഏജൻസി തിയറിയിൽ കൂടുതലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. Agency theory can be employed to explore the relationship between the ownership and the management structure. അതോടൊപ്പം തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യണം. ഏത് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഓണർഷിപ്പും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സ്ട്രക്ചറും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഏജൻസി തിയറിയിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പറയുന്നത്. However, where there is a separation, the agency model can be applied to align the goals of the management with that of the owners. അപ്പോൾ ഓണേഴ്സിൻ്റെ ഗോൾ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സിൻ്റെ ഗോൾ എന്ന് പറയുന്നതും ഒരു സിംഗുലറൈസ് ചെയ്യാൻ, അത് ഒരുപോലെ ആക്കാൻ ഒരു യുനാനിമസ് ആയിട്ടുള്ള ഒരു ഗോളായിട്ട് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഏജൻസി തിയറി എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. This theory prescribes that employees are held accountable in their task and responsibilities. അതോടൊപ്പം തന്നെ ഏജൻസ് എന്ന് പറയുന്നത് ആരോടാണ് അക്കൗണ്ടബിൾ ആയിരിക്കേണ്ടത്, ഷെയർ ഹോൾഡേഴ്സിനോട് അക്കൗണ്ടബിൾ ആയിരിക്കണം. അതുകൊണ്ട് അവരുടെ ഏജൻസിൻ്റെ ടാസ്ക് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം, അക്കൗണ്ടബിൾ ആയിരിക്കണം. എംപ്ലോയീസ് മസ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ഗുഡ് ഗവേണൻസ് സ്ട്രക്ചർ റാദർ ദാൻ ജസ്റ്റ് പ്രൊവൈഡിങ് ദ നീഡ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഗുഡ് ഗവേണൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു എയിമിലേക്ക് ആരുയരണം, നമ്മുടെ ഏജൻസ് ഉയരണം. വിച്ച് മേ ബി ചാലഞ്ചിങ് ദ ഗവേണൻസ് സ്ട്രക്ചർ. അതായത് ഗവേണൻസ് സ്ട്രക്ചറിൻ്റെ ചാലഞ്ചസ് എന്ന് പറയുന്നത് ഫേസ് ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു ഏജൻസി പ്രിൻസിപ്പിൾ ആയിരിക്കണം ഏജൻസി തിയറിയിൽ അപ്ലൈ ചെയ്യേണ്ടത്. സോ അക്കോർഡിംഗ് ടു ഏജൻസി തിയറിസ്റ്റ്, the purpose of studying the agency theory is to identify points of conflict among the key players and suggest the following mechanisms of corporate governance to reduce it. അപ്പോൾ കോൺഫ്ലിക്റ്റുകൾ മിനിമൈസ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു എയിമോട് കൂടിയിട്ടായിരിക്കണം ഏജൻസി തിയറിസ്റ്റ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അവരുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഏജൻസി തിയറിയിൽ കോൺഫ്ലിക്ട്സുകൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് ഇല്ലായ്മ ചെയ്യുകയുമാണ്. അപ്പോൾ ഇവിടെ മെക്കാനിസം എന്ന് പറയുന്നതിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് നമ്മളുടെ ഏജൻസി തിയറിയുടെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നതാണ് ഞാൻ ഇനി പറയാനായിട്ട് പോകുന്നത്. സെപ്പറേറ്റ് റോൾസ് ഫോർ CEO ആൻഡ് ചെയർമാൻ. ചെയർമാനും അതുപോലെ തന്നെ CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അവർക്ക് സെപ്പറേറ്റ് റോൾസ് ഉണ്ടായിരിക്കും. എന്തിനുള്ള സെപ്പറേറ്റ് റോളാണുള്ളത്? ദീസ് അവാർഡ്സ് മാനേജറിയൽ ഓപ്പർച്യൂണിസം ആൻഡ് ഏജൻസി ലോസ്. ഏജൻസി നഷ്ടത്തിൽ ഇല്ലാതെ അതുപോലെ തന്നെ മാനേജറിയൽ ഓപ്പർച്യൂണിറ്റീസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവോയ്ഡ് മാനേജറിയൽ ഓപ്പർച്യൂണിസം അതുപോലെ തന്നെ ഏജൻസി ലോസ് ഇല്ലായ്മ ചെയ്യാനുള്ള സെപ്പറേറ്റ് റോളാണ് ആര് ചെയ്യേണ്ടത്? CEO ആൻഡ് ചെയർമാൻ ചെയ്യേണ്ടത്. സെക്കൻഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ടു മാനേജേഴ്സ്. മാനേജേഴ്സിന് സ്പെഷ്യലായിട്ട് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യണം. ദീസ് ഇൻക്ലൂഡ് ഫിക്സിംഗ് എക്സിക്യൂട്ടീവ് കോമ്പൻസേഷൻ ആൻഡ് ലെവൽസ് ഓഫ് ബെനിഫിറ്റ്സ് ലിങ്ക്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ് റിട്ടേൺ, ഇഷ്യൂ ഓഫ് സ്റ്റോക്ക് ഓപ്ഷൻസ് എക്സെട്ര. അപ്പോൾ ഈ റിട്ടേൺ എന്ന് പറയുന്നത് ബെനിഫിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ ഇതിലെന്തൊക്കെയാണ് നോക്കേണ്ടത്? ഫിക്സിങ് എക്സിക്യൂട്ടീവ് കോമ്പൻസേഷൻ, എക്സിക്യൂട്ടീവ്സിൻ്റെ കോമ്പൻസേഷൻ നോക്കണം. അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബെനിഫിറ്റ്സും കൂടിയും കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആണ് ആർക്ക് കൊടുക്കേണ്ടത്? മാനേജേഴ്സിനെ പ്രൊവൈഡ് ചെയ്യേണ്ടത്.
Next benefit, inclusion of more independent directors on the board. Board of directors എന്ന് പറയുന്നവർ എങ്ങനെയായിരിക്കണം? ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. Direct invention by shareholders and the threat of firing the underperforming managers. Shareholders activism എന്ന് നമുക്ക് ഒറ്റ ടേമിൽ പറയാം. അതായത് ഡയറക്റ്റ് ഇൻവെൻഷൻ എന്ന് പറയുന്നത് ആരാണ് ചെയ്യേണ്ടത്? ഷെയർ ഹോൾഡേഴ്സ് ആണ് ചെയ്യേണ്ടത്. പക്ഷേ അവർ എന്തിനെ ഭയപ്പെടണം? ദ ത്രെറ്റ് ഓഫ് ഫയറിംഗ് ദ അണ്ടർ പെർഫോമിംഗ് മാനേജേഴ്സ്. പെർഫോമൻസ് ഓഫ് ദ മാനേജേഴ്സ്, അവരുടെ പെർഫോമൻസ് ലെവൽ എന്ന് പറയുന്നത് താഴേക്ക് വരുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം കൂടിയും ആര് മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്? ഷെയർ ഹോൾഡേഴ്സ് മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഒരു ബെനിഫിറ്റായിട്ട് നമുക്ക് പറയാവുന്നത്. ദ ആക്റ്റീവ് മാർക്കറ്റ് ഫോർ കോർപ്പറേറ്റ് കൺട്രോൾ. ഇവിടെ എന്താണ് പറയുന്നത്? ആക്റ്റീവ് മാർക്കറ്റ്, കോർപ്പറേറ്റ് കൺട്രോളിൻ്റെ ഒരു ആക്റ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ദ ത്രെറ്റ് ഓഫ് എ ഹോസ്റ്റൈൽ ടേക്ക് ഓവർ ഡിസിപ്ലിൻസ് മാനേജറിയൽ ബിഹേവിയർ ആൻഡ് ഇൻഡ്യൂസസ് മാനേജേഴ്സ് ടു അറ്റംപ്റ്റ് ടു മാക്സിമൈസ് ഷെയർ ഹോൾഡർ വാല്യൂ. ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യത്തക്ക വിധത്തിൽ, അതായത് ത്രെറ്റ് ഓഫ് ഹോസ്റ്റൈൽ ടേക്ക് ഓവർ, ഒരു ശത്രുതാ മനോഭാവമില്ലാതെ ഡിസിപ്ലിൻസ് മാനേജറിയൽ ബിഹേവിയറിന് ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ഒരു മുൻതൂക്കം കൊടുത്തുകൊണ്ട്, അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ഇവിടെ ഏജൻസി തിയറി എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. അപ്പോൾ ഏജൻസി തിയറിയുടെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 പോയിൻ്റാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? സെപ്പറേറ്റ് റോൾസ് ഫോർ CEO ആൻഡ് ചെയർമാൻ, പ്രൊവൈഡ് ദ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ടു ദ മാനേജേഴ്സ്, ഇൻക്ലൂഷൻ ഓഫ് മോർ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഓൺ ദ ബോർഡ്, ഡയറക്റ്റ് ഇൻ്റർവെൻഷൻ ബൈ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ദ ത്രെറ്റ് ഓഫ് ഫയറിംഗ് ദ underperforming managers, and active market for corporate control. ഇത്രയാണ് ബെനിഫിറ്റ്സ്. ഇപ്പോൾ ബെനിഫിറ്റ്സിൻ്റെ ഒപ്പം തന്നെ വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഏജൻസി തിയറി? ഏജൻസി തിയറിയിൽ ഡിഫറെൻറ്റ് കോൺഫ്ലിക്ട്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് എന്ന് പറയാം. 3 ലിമിറ്റേഷൻസ് ആണ് നമ്മളിവിടെ സ്പെസിഫിക് ആയിട്ട് നോട്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഇഗ്നോർസ് ദ ഇൻട്രസ്റ്റ് ഓഫ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, നോ യൂണിവേഴ്സൽ അപ്ലിക്കേഷൻ ആൻഡ് ഇൻഡിവിജ്വലിസ്റ്റ് അപ്രോച്ച്. ഇത് 3ആണ് ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കാം, ഇഗ്നോർസ് ദ ഇൻട്രസ്റ്റ് ഓഫ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. മറ്റുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ കൂടുതലായിട്ട് നമ്മൾ പറഞ്ഞത് ആരെക്കുറിച്ച് മാത്രമാണ്? ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിനെ കുറിച്ച് മാത്രമാണ്. പക്ഷേ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരൊക്കെ ആയിരിക്കാം സ്റ്റേക്ക് ഹോൾഡേഴ്സ്? കസ്റ്റമേഴ്സ് ആയിരിക്കാം, സപ്ലയേഴ്സ് ആയിരിക്കാം, അതോടൊപ്പം തന്നെ എംപ്ലോയീസ് ഉണ്ട്, ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അതിൽ ഷെയർ ഹോൾഡേഴ്സിന് മാത്രമാണ് നമ്മൾ ഏജൻസി തിയറിയിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. മറ്റുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല. സോ ഇഗ്നോർസ് ദ ഇൻട്രസ്റ്റ് ഓഫ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇറ്റ് ഗീവ്സ് ടു മച്ച് എംഫസൈസ് ഓൺ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഇഗ്നോർസ് ദ ഇൻട്രസ്റ്റ് ഓഫ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ലൈക്ക് ദ ക്രെഡിറ്റേഴ്സ് ഓർ ദ കസ്റ്റമേഴ്സ്. ആൻഡ് ദ സെക്കൻഡ് ലിമിറ്റേഷൻ, നോ യൂണിവേഴ്സൽ അപ്ലിക്കേഷൻ. ഒരു പ്രത്യേകമായിട്ടുള്ളൊരു അപ്ലിക്കേഷൻ ഇവിടെ പറയുന്നില്ല. അതാണ് ഒരു സെക്കൻഡ് ആയിട്ടുള്ള ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഇറ്റ് കനോട്ട് ക്ലെയിം യൂണിവേഴ്സൽ അപ്ലിക്കേഷൻ. ഇറ്റ് ഹാസ് ബെറ്റർ അപ്ലിക്കബിലിറ്റി ഇൻ US and UK മാർക്കറ്റ്സ് ആൻഡ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ കൺട്രീസ് വിച്ച് ഹാവ് കമ്പനീസ് വിത്ത് എ ലാർജർ ഫാമിലി ആൻഡ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹോൾഡിങ്സ്. മറ്റുള്ള സ്ഥാപനങ്ങളിൽ, മറ്റുള്ള കൺട്രികളിൽ ഉള്ള സ്ഥാപനങ്ങളിൽ അത്രയധികം പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇത് കൂടുതലായിട്ട് ബേസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നത്, ഏജൻസി തിയറി അപ്ലൈ ചെയ്യുന്നത് US, UK കമ്പനീസാണ്. മറ്റുള്ള രാജ്യങ്ങളിൽ കൂടുതലായിട്ടുള്ള ബ്രാഞ്ചസും കൂടുതലായിട്ടുള്ള മെമ്പേഴ്സുള്ള ലാർജ് ഓർഗനൈസേഷനിൽ യൂണിവേഴ്സൽ അപ്ലിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഏജൻസി തിയറിയിൽ ഇവിടെ എന്തില്ല എന്നുള്ളതാണ് ഇവിടെ ഡ്രോബാക്കായിട്ട് പറയുന്നത്. ഒരു യൂണിവേഴ്സൽ അപ്ലിക്കേഷൻ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇൻഡിവിജ്വലിസ്റ്റിക് അപ്രോച്ച്. ഇൻഡിവിജ്വലിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്ന ലിമിറ്റേഷൻ എന്താണ്? The theory assumes that employees to be individualistic and of bounded rationally, where rewards and punishment are the only things which matter to them. Employees എപ്പോഴും എന്താണ് അവർ നോക്കുന്നത്? അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റാണ് നോക്കുന്നത്. പക്ഷേ അവർക്ക് ഒരിക്കലും ആ ബെനിഫിറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല. അവർക്ക് എന്തിലാണ് കൂടുതലായിട്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? റിവാർഡ്സിനേക്കാൾ കൂടുതലായിട്ട് പണിഷ്മെൻ്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് എംപ്ലോയീസ്
എംപ്ലോയീസ് അവർക്ക് കിട്ടുന്ന റിവാർഡ്സിനേക്കാൾ കൂടുതലായിട്ട് അവർ ഫിയർ ചെയ്യുന്നത് പണിഷ്മെൻ്റാണ്. അപ്പോൾ പണിഷ്മെൻ്റ് ഇല്ലാത്ത വിധത്തിൽ പ്രവർത്തിക്കാൻ മാത്രമേ എംപ്ലോയീസ് കൂടുതലായിട്ട് ശ്രമിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഏജൻസി തിയറി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. അതുപോലെ തന്നെ റേഷണാലിറ്റി എന്ന് പറയുന്നതിനാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് എംപ്ലോയീസ് എങ്ങനെയായിരിക്കും? റേഷണൽ ആയിരിക്കും. It is certainly is a myopic view of human beings. എന്താണ് ഈ മയോപ്പിക് എന്ന് പറയുന്നത്? അതായത് ഒരു ലോങ് വ്യൂ അവർക്ക് ഇല്ല, അവർക്ക് ഷോർട്ട് വ്യൂ ഉള്ളൂ. ഇപ്പോൾ എന്താണ് അവർ സർവീസ് ചെയ്യുന്നത്, ഇപ്പോഴത്തെ സർവീസിൽ നിന്ന് അവർക്ക് എത്രത്തോളമാണ് ബെനിഫിറ്റ് കിട്ടുന്നത്, ദൂരക്കാഴ്ചയില്ലാതെ, മയോപ്പിക് എന്ന് പറഞ്ഞാൽ ദൂരക്കാഴ്ചയില്ലാതെയുള്ള ഒരു പ്രവർത്തനം മാത്രമേ ആരിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ, നമ്മുടെ എംപ്ലോയീസ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഏജൻസി തിയറി എന്ന് പറയുന്നതിലുള്ള ഡ്രോബാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാനൊരു ചെറിയ ടോപ്പിക് എടുത്തുള്ളൂ. എന്തായാലും ഇന്ന് ഫസ്റ്റ് ക്ലാസ്സാണ്, കൂടുതലായിട്ട് നിങ്ങൾക്ക് ഞാൻ എടുക്കുന്നില്ല. അപ്പം നിങ്ങൾ ഇന്ന് പഠിക്കേണ്ടത് ഏജൻസി തിയറിയെ കുറിച്ചിട്ടാണ്. ഏജൻസി തിയറി എന്ന് പറയുന്ന ഒരു തിയറി മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ആ ഏജൻസി തിയറി എന്താണെന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കുകയും അതോടൊപ്പം നിങ്ങൾക്ക് ഇന്നൊരു ഹോംവർക്കും പറയുന്നുണ്ട്. ഏജൻസി തിയറി എക്സ്പ്ലെയിൻ ചെയ്തത് അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ, അതോടൊപ്പം തന്നെ അതിൻ്റെ ബെനിഫിറ്റ്സ് ആൻഡ് ഡ്രോബാക്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഹോംവർക്ക് ഞാൻ തരാണ്. അതൊരു അസൈൻമെൻ്റ് ആണ്. PG സ്റ്റുഡൻസിന് കൂടുതലായിട്ട് ക്ലാസ് കേൾക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ചെയ്യേണ്ടത് വായിക്കുക, മനസ്സിലാക്കുക, കൂടുതൽ അറിവ് സമ്പാദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട റെഫറൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 109 പേജിൽ കുറേ റെഫറൻസ് പറഞ്ഞിട്ടുണ്ട്. അതിലുള്ളൊരു റെഫറൻസ് ആണ് ഇന്ന് നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ട് തരുന്നത്. 50ാമത്തെ പോയിൻ്റ്, അതായത് സോളമൻ ജില്ലിൻ്റെ ഒരു റെഫറൻസ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. നിങ്ങൾക്കറിയാം ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണ്, അതുകൊണ്ട് ബുക്കൊന്നും റെഫർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ കിട്ടും. സോളമൻ ജില്ലിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റെഫറൻസ് ആണ് ഇന്ന് നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ട് തരുന്നത്. അപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള സമയം നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ട് അതിൻ്റെ ടോപ്പിക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 109 50ാമത്തെ റെഫറൻസ് ആണ് ഇന്നത്തെ ഒരു അസൈൻമെൻ്റ് ആയിട്ട് തരുന്നത്. സോളമൻ ജില്ലിൻ്റെ ആണ്. അത് ലേറ്റസ്റ്റ് വേർഷൻ തന്നെ നിങ്ങൾ റെഫർ ചെയ്യുകയും ഈ കോർപ്പറേറ്റ് ഗവർണൻസിനെ കുറിച്ചിട്ട് കുറച്ചൊന്ന് റെഫർ ചെയ്തുകൊണ്ട് നിങ്ങൾ അതോടൊപ്പം തന്നെ നിങ്ങളൊരു നോട്ട്ബുക്ക് വെച്ച് അതിൽ വായിക്കുക, മനസ്സിലാക്കാം. ഒരു പീരീഡ് തന്നെ നിങ്ങൾക്ക് ലൈബ്രറി ഉണ്ട്. അതിപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഓരോ ദിവസം ഓരോ റെഫറൻസ് ഞാൻ തരുന്നതായിരിക്കും. ആ റിവ്യൂ നിങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയും എഴുതുകയും വേണം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ ക്ലാരിഫൈ ചെയ്യാൻ നോക്കുക. നന്നായി പഠിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് അറിവ് സമ്പാദിക്കുക എന്ന് മാത്രമേ ബിരുദ കോഴ്സിൽ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.